ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമല്ല എന്നാണ് എന്റെ വിശ്വാസം. രാഷ്ട്രീയ നേട്ടം മാത്രമാണ് സർക്കാർ ഇക്കാര്യത്തിൽ ലക്ഷ്യം വെക്കുന്നത്. ശബരിമലയിൽ സർക്കാർ നടത്തുന്ന നീക്കങ്ങളെല്ലാം തന്നെ ആചാര ലംഘനവും വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുമുള്ളതാണ്. അയ്യപ്പ സംഗമം പോലെയുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നത് സർക്കാരിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കപട ആക്ടിവിസ്റ്റുകളെ പോലെയുള്ളവരെ വരെ ഇറക്കി സർക്കാർ ശബരിമല വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. VIP ദർശനവും പ്രിവിലേജ് കാർഡും ഒക്കെ സർക്കാരിന് കീശ നിറയ്ക്കാനുള്ള തന്ത്രം മാത്രമാണെന്നാണ് എന്റെ വിശ്വാസം. ഈ ശബരിമല എന്ന് പറയുന്നത് സാമ്പത്തിക തട്ടിപ്പ് ചെയ്യാൻ പറ്റുന്നൊരു അമ്പലമായിട്ടാണ് ഇപ്പോൾ സർക്കാർ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് കോടികളാണ് ഒരു സീസണിൽ കിട്ടുന്നത്. അപ്പോൾ അത് കൂടുതലും തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പം അത് അവർ കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. എന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ പണം മാത്രമാണ് വേണ്ടത്. അയ്യപ്പന്മാരെ വിശ്വാസികളെ ആരെയും ഒന്നും അവർ അംഗീകരിക്കുന്ന പോലുമില്ല. കാരണം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവർ സ്ത്രീകളെ കയറ്റാൻ അവർ സമ്മതിക്കില്ലായിരുന്നു. കാരണം ഹിന്ദുക്കളെ കൂടെ അല്ല, കാരണം അവർക്ക് ഒരു വർഗീയത ഉണ്ടാക്കണം. ഇത് ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയില്ലേ, അപ്പം അതിന് ഹിന്ദുക്കളുടെ കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. നല്ല അഭിപ്രായമല്ലേ? പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ അടുത്ത ഇലക്ഷൻ വരെയല്ലേ, വോട്ടും കിട്ടും, അതിന് വേണ്ടിയാണ്.